ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് കടിക്ക് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ പഴംപൊരിൻ്റെ മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കുഞ്ഞോളെ റെസിപ്പിയാണ് കേട്ടോ. കുഞ്ഞോളെന്ന് പറയുന്നത് എൻ്റെ മൂത്തമ്മൻ്റെ മകളാണ്. അപ്പോൾ അവരുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് സാധാരണ മാവ് കൂട്ടുന്ന പോലെയല്ല കൂട്ടി വെച്ചിട്ടുള്ളത്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എന്നുള്ളത് കുഞ്ഞോളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. മൈദപ്പൊടി, കടലപ്പൊടി, പിന്നെ സാധാരണ പഞ്ചസാര, എള്ള്, ജീരകം, നല്ല ജീരകം. കരിഞ്ജീരകം നല്ല ജീരകം ഉണ്ടോ? അപ്പോൾ കുഞ്ഞോള് നല്ലൊരു അടിപൊളി കുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ പഴമൊക്കെ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പഴം ഈ ഒരു മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഒരു സമയത്ത് നമ്മളിവിടെ അതിൻ്റെ കൂടെ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതാ മാവിൽ മുക്കിയിട്ട് പഴംപൊരി ഓരോന്നായിട്ട് നമ്മൾ ചട്ടിയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞോള് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് മൈദപ്പൊടി, അതേപോലെ കുറച്ച് കടലപ്പൊടി, പഞ്ചസാര, പിന്നെ നല്ല കരിഞ്ജീരകം, എള്ള്, നല്ല ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത മാവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പഴം കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ നല്ല നല്ല കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കൂട്ടി എല്ലാവരും ചായ കഴിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ചായക്ക് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവർക്കൊക്കെ ഒന്ന് ചായയൊക്കെ ഒന്ന് കൊടുക്കട്ടെ. പിന്നെ അതാ ഞാനിവിടെ കുറച്ച് ചിത്രപ്പണികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കോണിൻ്റെ അരികിലായിട്ട് ചെയ്തെടുത്തിട്ടുള്ള പെയിൻറ്റിങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിവിടുത്തെ മോന് ചെയ്ത് വെച്ച ഓരോ പണികളാണ്. അപ്പോൾ അവന് പെയിൻറ്റ് വെച്ചിട്ട് അങ്ങനെ ഇതുപോലത്തെ കുറച്ച് പിക്ചറുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അവൻ്റെ റൂമാണ്. ഇവിടെ അതുപോലെ ഇത് നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിലുള്ള ഓരോ ടൈം പാസ്സാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഈ ഒരു പഴംപൊരിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ.